Hi, hello everyone. Welcome back to Shrudi's Pharma World. Inventory control techniques-നകത്ത് വരുന്ന VED analysis ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. VED analysis എന്ന് പറയുമ്പോൾ it is based on the utility of the material. മെറ്റീരിയലിന്റെ യൂട്ടിലിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു അനാലിസിസ് ഇരിക്കുന്നത്. അതായത് നമ്മുടെ ഡ്രഗ് സ്റ്റോറിനകത്തുള്ള ഡിഫറെന്റ് ഡ്രഗ് ഫോർമുലേഷൻസിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഈ കാറ്റഗറൈസേഷൻ വരുന്നത് ആ മെറ്റീരിയൽസിന്റെ യൂട്ടിലിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാം. ഇപ്പം ഓൾഡർ ബ്രാൻഡ്സ്, ഈ ഓൾഡർ ബ്രാൻഡ്സ് ഒക്കെ ആണെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ബ്രാൻഡ്സ് ആയിരിക്കും. അതിനായിരിക്കും കൂടുതൽ റിക്വയർമെന്റ് ഉണ്ടായിരിക്കുക. അപ്പൊ ആ റിക്വയർമെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നിങ്ങൾ താഴോട്ട് നോക്കൂ. ഇവിടെ VED അനാലിസിസ്, V സ്റ്റാൻഡ്സ് ഫോർ വൈറ്റൽ ഐറ്റംസ്, E സ്റ്റാൻഡ്സ് ഫോർ എസെൻഷ്യൽ ഐറ്റംസ്, D സ്റ്റാൻഡ്സ് ഫോർ ഡിസൈറബിൾ ഐറ്റംസ്. അപ്പം വൈറ്റൽ ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് മൂവിങ് ഐറ്റംസ് ആണ്. എസെൻഷ്യൽ ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് മൂവിങ് ഐറ്റത്തിന്റെ അത്ര തന്നെ ഡിമാൻഡ് ഇല്ലാത്ത ഐറ്റംസ് ആണ്, അതിനേക്കാൾ ഡിമാൻഡ് കുറഞ്ഞ ഐറ്റംസ് ആണ്. ഡിസൈറബിൾ ഐറ്റംസ് എന്ന് പറയുമ്പോൾ കൂട്ടത്തിൽ ലോവസ്റ്റ് ഡിമാൻഡ് ഉള്ള ഐറ്റംസ് ആണ്. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഡ്രഗ്സിനെ അല്ലെങ്കിൽ ഗുഡ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി നോക്കാം, എക്സാമ്പിൾ ഞാൻ പറയാം. അസറ്റൈൽ സാലിസിലിക് ആസിഡ്, ഡിസ്പ്രിൻ, അനാസിൻ, മൈക്രോപൈറിൻ, ഈ മൂന്ന് രീതിയിലും 3 ടാബ്ലറ്റ്സ് ആയിട്ടും അവൈലബിൾ ആണ്. സെയിം കണ്ടന്റ് തന്നെയാണ് ഡിസ്പ്രിനകത്തും അനാസിൻ ടാബ്ലറ്റ്സിനകത്തും മൈക്രോപൈറിൻ ടാബ്ലറ്റ്സിനകത്തും ഉള്ളത്. ഈ 3 ടാബ്ലറ്റ്സ് നമ്മൾ എടുക്കുമ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഡിസ്പ്രിൻ ടാബ്ലറ്റിനാണ്. ഡിസ്പ്രിൻ ടാബ്ലറ്റ് ആണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. അതിനേക്കാൾ ഡിമാൻഡ് കുറവാണ് മൈക്രോപൈറിന്, മൈക്രോപൈറിനേക്കാൾ ഡിമാൻഡ് കുറവാണ് അനാസിൻ ടാബ്ലറ്റ്സിന്. അപ്പൊ ഡിസ്പ്രിൻ ടാബ്ലറ്റ്സിന് ഡിമാൻഡ് കൂടുതലായതുകൊണ്ട് തന്നെ അത് വൈറ്റൽ ഐറ്റത്തിലാണ് വരുന്നത്. അതേസമയം വൈറ്റൽ ഐറ്റത്തിനേക്കാൾ കുറച്ച് ഡിമാൻഡ് കുറവാണ് മൈക്രോപൈറിൻ ടാബ്ലറ്റ്സിന്. ഈ മൈക്രോപൈറിൻ ടാബ്ലറ്റ്സ് എന്ന് പറയുമ്പോൾ എസെൻഷ്യൽ ഐറ്റത്തിലാണ് വരുന്നത്. അനാസിൻ ടാബ്ലറ്റ്സ് എന്ന് പറയുമ്പോൾ അത് ഡിസൈറബിൾ ഐറ്റത്തിനാണ് വരുന്നത്. വളരെ കുറച്ച് പ്രിസ്ക്രിപ്ഷൻസ് മാത്രമേ അനാസിൻ ടാബ്ലറ്റ്സിന്റെ വരാറുള്ളൂ. സോ അത് ഡിസൈറബിൾ ഐറ്റം ആണ്. ഈ ഒരു രീതിയിലാണ് VED അനാലിസിസ് വരുന്നത്. V മീൻസ് വൈറ്റൽ, E മീൻസ് എസെൻഷ്യൽ, D മീൻസ് ഡിസൈറബിൾ. ഈ അസറ്റൈൽ സാലിസിലിക് ആസിഡ് ഡ്രഗിന്റെ കേസിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്നതാണ്. അസറ്റൈൽ സാലിസിലിക് ആസിഡ്, ഡിസ്പ്രിൻ, അനാസിൻ, മൈക്രോപൈറിൻ 3 രീതിയിലും 3 ടാബ്ലറ്റ്സ് ഫോമിലും അവൈലബിൾ ആണ്. ഇതിനകത്ത് ഏറ്റവും ഡിമാൻഡ് ഉള്ളത് ഡിസ്പ്രിൻ ടാബ്ലറ്റിനാണ്. ഡിസ്പ്രിൻ ടാബ്ലറ്റ് കഴിഞ്ഞാൽ പിന്നെ ഡിമാൻഡ് വരുന്നത് മൈക്രോപൈറിനും, അത് കഴിഞ്ഞിട്ടേ അനാസിൻ ടാബ്ലറ്റ്സ് വരുന്നുള്ളൂ. സോ ഈ ടാബ്ലറ്റ്സിന്റെ ഡിമാൻഡിനനുസരിച്ചാണ് അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഡിമാൻഡ് കൂടിയ, ഏറ്റവും കൂടുതൽ റിക്വയർമെന്റ് വരുന്ന ഡിസ്പ്രിൻ ടാബ്ലറ്റ് ആണ് വൈറ്റൽ എന്ന് പറയുന്ന ആ ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്നത്, വൈറ്റൽ ഐറ്റത്തിൽ വരുന്നത്. അതിനേക്കാൾ ഡിമാൻഡ് കുറഞ്ഞ എന്നാൽ അനാസിനേക്കാൾ ഡിമാൻഡ് കൂടിയ മൈക്രോപൈറിൻ ടാബ്ലറ്റ്സ് ആണ് എസെൻഷ്യൽ ഐറ്റത്തിൽ വരുന്നത്. അനാസിൻ, ലെസ് പ്രിസ്ക്രിപ്ഷൻസ് ഉള്ള അനാസിൻ ആണ് ഡിസൈറബിൾ ഐറ്റത്തിൽ വരുന്നത്. സോ ഇതാണ് VED അനാലിസിസ്. അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഡ്രഗ് സ്റ്റോറിൽ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്, മാക്സിമം സ്റ്റോക്ക് വേണ്ടത് ഡിസ്പ്രിൻ ടാബ്ലറ്റ്സിന്റെയാണ്. അത് കഴിഞ്ഞാൽ മൈക്രോപൈറിനും, പിന്നീടാണ് അനാസിൻ ടാബ്ലറ്റ്സ് വരുന്നത്. അപ്പോൾ ഇതാണ് VED അനാലിസിസ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.